മറ്റേ എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. എന്നെ കൊണ്ടുള്ള ഉപദ്രവം എങ്ങനെയുണ്ട്? എന്നെ കൊണ്ട് ഉപദ്രവം ഉള്ളു. നിന്നെ കൊണ്ടുള്ള ഉപദ്രവം ഉള്ളു. ഇടിക്കലും കുത്തലും മാന്തലും 2 ദിവസം വേണ്ടാതിരിക്കും. അത് കഴിയുമ്പോ ഇടിക്കലും കുത്തലായി. ലൈഫ്. നിങ്ങളെ 4 എത്ര 1 2 3 4 5 പേര് എന്റെ കയ്യിലാണ്. 5 പേര്? 5 പേര്? അമ്മ, ആൻസി, പൊന്നൂസ്, കൊച്ച്, 5 പേര്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാണ്ട് പൊന്നു മനസ്സിലായ. അപ്പൊ അതിന്റെ ഒരു പ്രഷർ നമുക്കും ഉണ്ട്. അല്ല, ഒരാൾക്ക് സന്തോഷിപ്പിച്ച മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്യണം, ഒരാൾക്ക് സന്തോഷിപ്പിച്ച മറ്റൊരാൾക്ക് എങ്ങനെ അസൂയ എല്ലാരും നോക്കണം. ഇത് കഷ്ടപ്പാടായത് ഒരു ടാസ്ക്. സത്യം പറഞ്ഞോ, നിങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനാണ് ദൈവം എന്നെ നിങ്ങളെ കൂട്ടത്തിൽ കൊണ്ടിട്ടത്. സത്യമായിരിക്കും. നീ ഇന്ന് കാലത്ത് അന്വേഷിച്ച് വന്നപ്പോ എനിക്ക് മനസ്സിലൊരു സന്തോഷം. നീ എന്നെ കണ്ടില്ല, നീ എന്നെ അന്വേഷിച്ച് വന്നില്ല ഇന്ന് കാലത്ത്. അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നി നീ അന്വേഷിച്ച് വരുമല്ലോ ഞാൻ വന്നില്ലെങ്കിലും. ഞാൻ വന്ന് ചായ കുടിച്ചു കൊടുന്ന് പോയേ, പഴവും തിന്ന് ചായ കുടിച്ചിട്ട് എണിച്ചില്ല. അത് കാരണം ഞാൻ അങ്ങ് പോയി. പിന്നെ അവിടെ വെച്ചിട്ട് പണിയുണ്ടായി, അതൊക്കെ കഴിച്ചു. ക്രിസ്മസായി. അതെ, ഒരു കാര്യം ചോദിക്കാണെന്ന് വെച്ചാ, നമ്മള് അമ്മയുടെ അമ്മ, അത് അമ്മയുടെ മോള്, അമ്മയുടെ മോള് എങ്ങനെയുണ്ട്? അമ്മയുടെ മോള് ഇപ്പൊ ഇവിടെ ഇല്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, വേണ്ട. അങ്ങനെ പറയാൻ പറ്റൂല്ലോടാ. അല്ലെങ്കിൽ അവിടെ നിന്ന് നോട്ടം നോക്കി പേടിപ്പിക്കലുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. അവിടെ കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. നേരം വെക്കുമ്പോൾ അടുത്ത് പണിയുടെ കഴിച്ച് എനിക്ക് പോകും. വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. കുഴപ്പമൊന്നും പറയാൻ പറ്റൂല. വഴക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോടാ. അവളെയാണെങ്കിൽ നല്ല സ്നേഹമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. സോയിനെ ആണെങ്കിൽ നല്ല സ്നേഹമായിട്ടല്ലേ കൊണ്ടു നടക്കണേ. അപ്പൊ പിന്നെ നമുക്ക് അവിടെ കൊള്ളൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. ആള് നല്ല ഇതാ. ശരിയാണ്. പിന്നെ എന്തെങ്കിലും കുടുംബമല്ലേ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഒരു പ്രശ്നമില്ലാത്ത കുടുംബം ഉണ്ടോ? അതെ, പ്രശ്നം ഉണ്ടാവണം, എന്നാലല്ലേ കുടുംബത്തിന്റെ വാല്യൂ. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ വരുമ്പോഴേ പ്രശ്നം. അത് ശരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആരും സോകുട്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്താ പനി? അതിന് പനിക്കല്ല, തൊണ്ടവേദന. അന്നത്തെ മഞ്ഞല്ലേടാ. അത് ഈ ഞാന്ന് വാർത്ത 5 മണിക്ക് നടക്കാൻ പോയതല്ല. അമ്മയും മോളും കൊണ്ട് വീഡിയോ പിടിക്കാൻ പോയതാ. അമ്മയും മോളും കൊച്ചും കൂടി വീഡിയോ പിടിക്കാൻ പോയതാ. എത്ര മണിക്ക്? 5 മണിക്ക് വെളുപ്പിന്. എന്നിട്ട് നടക്കുകയും ചെയ്ത് വീഡിയോ പിടിച്ചവർ പോകുന്നു. അപ്പൊ പിന്നെ ആ മഞ്ഞല്ലേ ഇപ്പൊ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. ഹലോ, ഇതെവിടുന്നാ? സ്കൂളിൽ ആനുവൽ ഡേ അല്ലേ? ഡാൻസ്, ഇങ്ങനത്തെ ഡാൻസ് കളിക്കുന്ന അവിടെ. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ അതായത് പൊന്നൂസിന്റെ അമ്മേനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് ഞാനൊരു നേപ്പാളി പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നല്ലോ. അതുകൊണ്ട് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം. എന്താന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അവള് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ഒരു കാര്യത്തിൽ എനിക്കൊരു വീഴ്ചയോട് പറ്റിയിട്ടില്ല ഇന്ന് വരെ. എൻ്റെ മക്കളെ നിന്നെ കണ്ട ഒരു ഉപകാരം കിട്ടിയത് ആ ഒരു നല്ലൊരു സാധനത്തിനെ കിട്ടിയത്, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഉപകാരമില്ല. നിന്നെ കൊണ്ട് വേറെ ഒരു ഉപകാരവും ഇല്ല. ആ ഒരു ഉപകാരം വലിയൊരു ഉപകാരമായിപ്പോയി. ഒന്നും വരുത്താണ്ട് കൊണ്ടാണ്. രാവിലെ കുറച്ച് ഒരു ഗ്ലാസ് പാലും 2 അപ്പം കഴിച്ചിട്ട് ഒറ്റ പിന്നെ ഇന്നലെ തുടക്കലും പിടിക്കലും ഞാനും ഇവിടുത്തെ പോയി. അതിന്റെ കൂടെ ചില ദിവസം ഉണ്ടായി, പൊടി മുക്കി കയറിയിട്ടുണ്ടാവും. അല്ലെന്നാ, എന്നിട്ട് അത് ഒരു പാലും 2 അപ്പവും കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഉച്ച ആവണ വരെ ഉച്ചയായിട്ട് കുളിയും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് പിന്നെ ഒരു വർക്ക. അത് എപ്പോ തീരുന്നു കർത്താവ് അറിയാം. അയ്യോ, നല്ലൊരു ഇതാടാ, നല്ലൊരു ഇതാ. ഒന്നും ഇല്ലാണ്ട് കട്ടട്ടെ.
സ്നേഹിക്കാനും പിന്നെ പല സ്വഭാവം നീ എന്തെങ്കിലും പറയുമ്പോൾ അവൾക്ക് സ്വഭാവം മാറുള്ളൂ. നീ അവൾക്ക് ദേഷ്യപ്പെടുമ്പോൾ അല്ലാണ്ട് അവള് ഞങ്ങളുടെ സ്വഭാവം മാറുള്ളൂ. സത്യം പറഞ്ഞാ ഇപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ അവൾക്ക് അത് ടെൻഷനില്ല. മിണ്ടാതിരിക്കുന്നത് ഒന്നാമത്തെ ഒരാണും അതായത് സംഭവത്തിൽ ഞങ്ങൾക്ക് നാടായ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും, കുടുംബകാര്യത്തിൻ്റെ ആയാലും എല്ലാ കാര്യത്തിലും നമുക്ക് പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ ഏതാണും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോർത്ത് അവിടെ പോയി ചൊറിയാൻ നിൽക്കരുത്. അവരപ്പോൾ കുറച്ചേരം ഇരിക്കട്ടെ, അവർ തന്നെ അത് എന്താ തന്നെ മാറും. അവർ ഇരുന്ന് ആലോചിച്ച് ഇരുന്ന് തന്നെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും മാറി റിലാക്സ് ആവും. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ചൊറിയാൻ നിന്നാൽ പിന്നെ വയലൻ്റ് ആവും. അതിപ്പോൾ ഭർത്താവായാലും ബോയ് ഫ്രണ്ട് ആയാലും അമ്മയായാലും അല്ല മകനായാലും ആരായാലും. അല്ല 2 ദിവസം നീ വേണ്ടാതിരുന്നില്ല, അപ്പൊ പിന്നെ അവർക്ക് ടെൻഷൻ ആവൂലേ? നമുക്ക് നമ്മുടെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത് പറയണം, ഇന്ന കാരണം ഉണ്ട് എനിക്ക്, അവരെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നം നിങ്ങൾ പറയും. അല്ല അവരെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ല, അപ്പൊ അവരോർക്കും അയ്യോ അത് അങ്ങനെ ആയല്ലോ എന്ന് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു. നമ്മളാ ഒരു മൈൻഡിൽ നിൽക്കണം. അല്ലാണ്ട് നീ അപ്പൊ ആരോടും വേണ്ട. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പിന്നെ ആരോടും വേണ്ടില്ല. അല്ലെന്ന് ഉണ്ടായിരിക്കണത് ഞാൻ എവിടെ ഇറങ്ങി പോണത് ഒന്ന് ഫ്രീ ആയിട്ട് വന്നിട്ട് വരാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വീട്ടുകാരോട് അങ്ങനെ വീട്ടുകാരുടെ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരുടെ തെറ്റില്ലല്ലോ. വീട്ടിൽ കിടന്ന് വെച്ചിട്ട് ആൾക്കാർ ഒന്നാമത് മിണ്ടായിരിക്കണം ഏറ്റവും നല്ലത്. അല്ല മിണ്ടായിരിക്കണം നല്ലത് ഒരു വശം, അത് ശരിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാം, കുറച്ചു നേരം ഒന്ന് ഇറങ്ങിയിട്ട് വരാം, അപ്പൊ മൈൻഡൊന്നും പ്രശ്നമാവും. അല്ലാണ്ട് നമ്മളിപ്പോ അതിന്റെ ഇടക്കിടങ്ങനെ കുത്തി ചോദിക്കുമ്പോ ദേഷ്യം വരും നമുക്ക് ആ മൈൻഡിലാ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കുടുംബത്തിൽ എപ്പോഴും സമാധാനം സന്തോഷം കിട്ടണമെങ്കിൽ എല്ലാവരും ഒറ്റ ഇതായിട്ട് പോയാലും. മറ്റേത് പറഞ്ഞ നമ്മുടെ അത് കൊറേ നാളെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ തിരിച്ചു വന്നില്ലേ? അത് തിരിച്ചു വന്ന് പാലാണ്ട് കിടന്നപ്പോ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷ ഉണ്ടായില്ല വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. എല്ലാവരും വിചാരിച്ചില്ലേ നിന്റെ അമ്മയോട് ഇന്ന് ഒരു ദിവസം നിർവഹിച്ച് അമ്മ ചത്തുപോകുള്ളൂ, അമ്മ അതിന്ന് എനിക്കില്ല, അമ്മ മരിച്ചു ഓടിയെന്ന് സോയിഡെന്ന് പറഞ്ഞ അമ്മ. അലിനിക്കും പ്രതീക്ഷ ഉണ്ടായി അമ്മ ഇതിന്ന് എനിക്കില്ല എന്ന്. ചാച്ചൻ പറഞ്ഞു അമ്മ എണിച്ചു ഒരു ഓടിയെന്ന് കൊച്ചിനോട് പറഞ്ഞു. പിന്നെ ചാച്ചൻ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ അമ്മ അതിന്ന് എനിക്കൊന്ന് ചാച്ചൻ പറഞ്ഞു. എനിക്ക് ഒട്ടും ഇതുണ്ടായില്ല. ഞാൻ അതേപോലെ ഒന്നാമത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ പ്രായം പ്രായം പിന്നെ അത് ഭക്ഷണം കഴിക്കണ്ടായില്ലല്ലോ. അതെ അതെ അമ്മയുടെ അമ്മ കിടപ്പിലായല്ലോ കുറച്ചത്. അപ്പൊ അമ്മയുടെ ഇത് പറ അയ്യോ അവസ്ഥ ഒക്കെ കിടന്നപ്പോൾ 3-4 മാസം കിടന്നില്ലേ? 3 മാസം അവസ്ഥയിൽ തന്നെ കിടന്നുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്യണം. നാലോ മൂത്രം എടുക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം നമ്മൾ മലങ്കടപ്പ് കിടന്നുകൊണ്ടല്ലായിരുന്നു. ഒരു കാര്യത്തിന് നമുക്കൊരു ഇത് ഉണ്ടായില്ലല്ലോ. അന്നേരം എല്ലാവരും ഇപ്പോൾ സോയി ആണെങ്കിലും മമ്മിയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും കൂടി സഹായിച്ചു. പിന്നെ ആൾക്കാരെ 2 പെണ്ണുങ്ങളെ നിർത്തില്ല ഒരേ മാസം. അവർ വന്നപ്പോഴാണ് പിന്നെ ഇവർ ഇത്തിരി എന്നാലും സോയി വന്ന് തുടയ്ക്കാനൊക്കെ അവരുടെ കൂടെ കൂടുകയും ചെയ്യും. ഈ പെണ്ണ് വന്ന് തുടയ്ക്കാനൊക്കെ ഇവിടെ വന്ന് തുടയ്ക്കാനൊക്കെ കൂടുകയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അതിന് എനിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പോ ഇപ്പൊ കടക്കുമ്പോ അവസ്ഥ പ്രാന്ത് എനിക്ക് വെല്ലോണം ഒന്നുമില്ല. എനിക്ക് വെല്ലോണം ഞാൻ കൊറോണ സമയത്ത് 3 മാസം ഇതിന്റെ ഉള്ളിൽ കിടന്നപ്പോ എന്റെ ദൈവമേ എനിക്ക് ഡോക്ടർ പയ്യനെ അവളെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ദൈവം ഇറങ്ങി വന്ന പോലെയായി. ദൈവം ഇറങ്ങി വന്ന പോലെയായി പോയി. അത്രയും നമ്മളും മലങ്കടപ്പ് വന്ന ഒരു രോഗിനെ നോക്കാൻ എന്തോ ഒരു ആൾക്കാരെ നിന്നാലും അവർക്ക് കുറെ കഴിയുമ്പോൾ വെറുപ്പായി ഭയങ്കര ഇതായിപ്പോയി. നോക്കാൻ വന്ന പെണ്ണുങ്ങളും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മളെ നോക്കിപ്പോയി. അവിടെ കിടന്ന പിന്നെ തന്നെ അമ്മ ഇനി അങ്ങനെ എനിക്ക് പറ്റില്ല. ദൈവമേ നടക്കുന്ന വഴിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ വിളിച്ച് ഇടുപ്പിന് വേദന ഉണ്ടോ? നമ്മള് കുഞ്ഞൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോ ഇടുപ്പിന് വേദന അതുണ്ടാവും. കുറച്ച് കൈ ആണെങ്കിൽ ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോടാ. ചുളുവായി ഇവിടെ ആ വീണിട്ട് അടിച്ചത് മാംസമൊക്കെ പോയില്ലേ. ആ അടിച്ച് വീണിട്ട് ഇവിടെ കരിഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ. അത്രയൊക്കെ ആക്കി ദൈവം തന്നില്ല. അത് മതി. നടക്കാറായില്ല എനിക്ക്. തിരിച്ചു വന്നത് 1.5 വരവായി പോയി. പിന്നെ നമുക്ക് ഏറ്റവും ഒരു അനുഗ്രഹമായി പോയത് ഷുഗർ ഇല്ല. ഷുഗറും പ്രഷറും ഒന്നുമില്ലല്ലോ. ഷുഗറും കൂടി ഉണ്ടെങ്കിൽ തീർന്നേനെ. ഐ മീൻ പെട്ടെന്ന് ഉണങ്ങാൻ പാടാ.
മുറിവ് ഷുഗർ മുറിവ് ഇതൊക്കെ ഉണങ്ങൂല. പെട്ടെന്ന് ഉണങ്ങിയല്ലോ. ഷുഗർ ഉണങ്ങൂല. എൻ്റെ അപ്പോൾ ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, ഒന്നും ഇല്ലാത്തത്. അവള് വന്ന് അമ്മേനെ കുളിപ്പിച്ചു തരൂലേ? അമ്മക്ക് നാണം തോന്നുമോ? അന്നേരം നാണം തോന്നിട്ട് കാര്യമോ കുളിപ്പിക്കാത്ത തുടക്കണ്ട. നാണം തോന്നിട്ട് കാര്യമില്ല. അവളുടെ മൈൻഡിൽ അങ്ങനെ തോന്നിയ അവള് വരുമ്പോ എനിക്കൊരു വിഷമായിരുന്നു. എന്താന്ന് ഇച്ചിരി ഇല്ലാത്തവളല്ലേ. എന്താ എടാ നമുക്ക് നമ്മളെ ഇപ്പൊ നിക്കുമ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത്ര പ്രായമായി അങ്ങനെ വരുമ്പോ ഇപ്പൊ എനിക്ക് നാണമൊന്നുമില്ല കേട്ടോ അവരുടെ അടുത്ത്. അല്ല അവള് അമ്മനെ കുളിപ്പിക്കാൻ വരൂലേ? ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് അവള് ഭയങ്കര ഇതോടുകൂടി കുളിപ്പിക്കാൻ വന്നത്. അന്നെന്ന് വെച്ചാൽ എന്നെ കുളിപ്പിക്കണമല്ലോ ദിവസവും. മുടി മുടി എന്നൊക്കെ ചെയ്ത് തരും. അപ്പൊ അവിടെ എനിക്ക് വന്നിട്ടാണ് തല ഇരിക്കട്ടാൻ. അവിടെ എനിക്ക് വന്നിട്ടാണ് തല ഇരിക്കട്ടാൻ. തല കയ്യിൽ ഇങ്ങനെ പൊങ്ങൂല, മുടി ഇങ്ങനെ വാരി കെട്ടാനേ. ഇവിടെ ഇങ്ങനെ വരണില്ലല്ലോ. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയും പ്രശ്നമുണ്ട്, ഇവിടെയും പ്രശ്നമുണ്ട്. വരുന്നില്ല. അയ്യോമേ, എല്ലാവരും ഉണ്ടായാൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. എനിക്കിങ്ങനെ ഒരു കിടക്കാൻ എൻ്റെ ജീവിതത്തിൽ കിടന്നത് ഒരു ആദ്യമായിട്ട്. ജീവിതത്തിൽ കിടന്നത് ആദ്യമായിട്ട് 3 മാസം. ഒരു പാടൊക്കെയാണ്. അതിന് നോക്കി കണ്ടെങ്കിൽ നടക്കണം. എണിച്ചു വന്നതിന്റെ ഒരൊറ്റ റീസൺ ഉള്ളൂ, എന്റെ ഇടി കൊള്ളാൻ വേണ്ടി. നിന്റെ ഇടി കൊള്ളാൻ വേണ്ടി. ആ സത്യം കേട്ടോ. നീ എന്റെ ഇടി കൊള്ളാൻ. അമ്മ ഞാൻ ഒന്നാമത്തെ ചിന്തിച്ചു നോക്കി. അമ്മ ആ ബെഡിൽ കിടന്നപ്പോ അന്നേരം എന്നെ ആരും ഇടിക്കില്ലായിരുന്നല്ലോ. അല്ല ബെഡിൽ കിടന്നപ്പോ നമുക്ക് ഒരു പ്രാവശ്യം തോന്നിയില്ലേ അവന്റെ ഇടി കൊള്ളാൻ ഒരാഗ്രഹം? അങ്ങനെ ഇടി കൊള്ളാന്ന് പറഞ്ഞ എങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല, വീണ് കടന്നില്ലായിരുന്നെങ്കിൽ ഇടില്ലായിരുന്നെങ്കിൽ തന്നെ ഒരാഗ്രഹം തോന്നി ഇടിക്കണ. നിന്റെ ഇടി കൊണ്ടാലും സമാധാനം. അതാണ്. നിങ്ങളുടെ തെറി കിട്ടിയില്ലെങ്കിലും കേക്കണം, എന്നാലും ഉറക്കം വരുള്ളൂ. ചെറുപ്പത്തിൽ ശീലമായി. ഒന്നില്ല അമ്മയുടെ ഞാൻ അതുകൊണ്ട് അമ്മനെ ഉപദ്രവിക്കണേ. അതല്ലേ ഒരു ഇടി അത് നന്നായിട്ട് ഉറങ്ങും. അതെയോ? എന്നാ ഇന്ന് എന്നെ വിളിച്ചു സോയി ഡേ വാ. ഒരു ദിവസം പല്ല് വെച്ചില്ലേ? അയ്യോ, പല്ല് കേട്ടാ പോയേ. ഇവിടെ നോക്കേ. സുഖാണോ? സുഖാണെന്ന് പറയാൻ പറ്റുള്ളൂ. സുഖമല്ലെന്ന് പറയാൻ പറ്റും. ഒന്നും പറയാനില്ല. അമ്മ 5 മണിക്ക് മുമ്പ് 5 മണിക്കാണ് പാടത്ത്. അതേടാ ഞാൻ കണ്ടത് അമ്മയോട് കൂടി. ഇരുട്ടല്ലേ? നേരം വെട്ടു തുടങ്ങിയില്ലടാ. 5 മണിയാകുമ്പോ നേരം വെട്ടു തുടങ്ങിയില്ലേ? നല്ല മഞ്ഞുണ്ടാവുന്നു. അതാ ഈ ചുമ തന്നെ.